അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഭാഗം 9. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്ത് ദുർബലന്മാരായ ആളുകളോട് എങ്ങനെ പെരുമാറണമെന്ന് റഹ്മത്തുൽ ലിൽ ആലമീനായ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തേക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ കുന്തു അദ്രിബു ഗുലാമൻ ലീ, ഞാൻ എൻ്റെ ഒരു അടിമയെ ഞാൻ അടിക്കുന്നവനായിരുന്നു. ഞാനിങ്ങനെ എൻ്റെ ഒരു അടിമയെ അടിച്ചുകൊണ്ടിരിക്കുന്നു. സൗത്തി ചാട്ടിക്കൊണ്ട് ഇങ്ങനെ അടിക്കുന്നു. അടിമകളെ ഇങ്ങനെ അടിക്കൽ സ്വഭാവമാണ്. ഇങ്ങനെ അടിമയെ ഞാൻ അടിക്കുന്ന സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് എൻ്റെ പിന്നിലൂടെ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ശബ്ദിച്ചു. സുബ്ഹാനല്ലാഹ്, ഞാൻ ആ ശബ്ദം കേട്ടു. പക്ഷേ യഅലം അബാ മസ്ഊദ്, യഅലം അബാ മസ്ഊദ്, യഅലം അബാ മസ്ഊദ്, അബൂ മസ്ഊദെ അറിയണം, അബൂ മസ്ഊദെ അറിയണം, അബൂ മസ്ഊദ് അറിയണം എന്ന് പറഞ്ഞ് ഒരു 3 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പിന്നിൽ ശബ്ദിച്ചു. പക്ഷേ എൻ്റെ ഈ ദ്വേഷത്തിൻ്റെ കാരണം കൊണ്ട് എനിക്കത് മനസ്സിലായില്ല. ശബ്ദം കേട്ടു, പക്ഷെ ആളെ അവനക്ക് അത്രയും പെട്ടെന്ന് പിടുത്തത്തിന് കിട്ടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് മനസ്സിലായില്ല. ഞാൻ അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് സുബ്ഹാനല്ലാഹ് റഹ്മത്തുൽ ലിൽ ആലമീനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നത്. ആ സമയത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വാക്ക് പറയുകയാണ്, യഅലം അബാ മസ്ഊദ്, അബൂ മസ്ഊദേ നീ അറിയണം, അന്നല്ലാഹ അഖ്ദറു അലൈക മിൻക അലാ ഹാദാ, മോനെ അബൂ മസ്ഊദേ, ഈ പാവപ്പെട്ട ഈ ഒരു അടിമയെ നിന്റെ കീഴിലുണ്ട് എന്ന് പറഞ്ഞ് നീ അടിക്കുകയാണല്ലോ. എന്നാൽ ഈ അടിമയുടെ മേൽ നിനക്ക് എത്ര ശക്തിയുണ്ടോ അതിനേക്കാളും ഏറ്റവും കൂടുതൽ ശക്തി അള്ളാഹുവിനിക്ക് നിന്റെ മേലുണ്ട്. നിന്നെ ഇതിനേക്കാളും ഇരട്ടി ശിക്ഷിക്കാൻ അള്ളാഹ്ക്ക് സാധിക്കും മോനെ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ആ പറച്ചലെന്നെ സുബ്ഹാനല്ലാഹ് ബഹുമാനപ്പെട്ട അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് അങ്ങോട്ട് കടന്നുപോയി. മഹാനായ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ പറയുന്നു, യാ റസൂലല്ലാഹ് ഹുവ ഹുർറുൻ ലിവജ്ഹില്ലാഹ്, ഞാൻ എൻ്റെ അടിമയെ അടിച്ചത് വലിയ തെറ്റായിപ്പോയി. ഞാൻ ചിന്തിക്കാതെ അടിച്ചു പോയതാണ്. അതുകൊണ്ട് ഞാൻ അടിച്ചതിന് പരിഹാരമായി ആ അടിമയെ ഞാൻ മോചിപ്പിക്കുന്നു, സ്വതന്ത്രനാക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അമാ ലൗലം തഫ്അൽ ലൗലം തഫ്അൽ ലമസ്സത്ക നാർ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നീ അങ്ങനെ ഒരു പരിഹാരമായി ആ അടിമയെ സ്വതന്ത്രരാക്കി വിട്ടില്ലായിരുന്നുവെങ്കിൽ നിന്നെ നരകം തൊടുമായിരുന്നു, നീ നരകത്തിൽ കടക്കേണ്ടി വരുമായിരുന്നു എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ മസ്ഊദിനോട് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റഹ്മത്തുൽ ലിൽ ആലമീൻ ഒരു ദുർബലനായ മനുഷ്യനെ പോലും ആക്രമിക്കാനോ നിന്റെ മേൽ തിരിച്ചങ്ങോട്ട് ആക്രമിക്കാൻ സാധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവരെ ആക്രമിക്കാനോ അവരെ ചീത്ത പറയാനോ നിനക്ക് ചിലപ്പോൾ സാധിച്ചെന്നേക്കാം. അതേ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നരകത്തിലേക്ക് പോകേണ്ടി വരും. അള്ളാഹു നിന്റെ മേൽ ഇതിനേക്കാളും ഇരട്ടി ഇരട്ടി ശിക്ഷ തരാൻ അള്ളാഹുവിനിക്ക് സാധിക്കുമെന്നുള്ള ഒരു ബോധം നിനക്കുണ്ടാകണം. ഭാര്യമാരുടെ മേൽ ആക്രമിക്കുന്ന ഭർത്താക്കന്മാർ, അതേ സമയത്ത് വീട്ടിലേക്ക് മരുമകളായി വന്ന് കൂടുന്ന പാവപ്പെട്ട ഒരു പെണ്ണാണ് എന്ന് വിചാരിച്ച് ആക്രമിക്കുന്ന അമ്മായിമാർ, ചീത്ത പറയുന്ന, പേടിപ്പിക്കുന്ന, മാനസികമായി ഹിംസ കൊടുക്കുന്ന അമ്മായിമാർ, ഇങ്ങനെ നമ്മുടെ കീഴിൽ വരുന്ന ദുർബലന്മാരായ ആളുകൾ, അവരെ ഇടങ്ങേറാക്കാൻ, അവരെ ബുദ്ധിമുട്ടിക്കാൻ, അവരെ പേടിപ്പിക്കാൻ, അവരെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കാൻ സാധിക്കാം. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് അതിൻ്റെ ഇരട്ടി ഇരട്ടിയായി ശിക്ഷ തരാൻ അള്ളാഹ്ക്ക് സാധിക്കും എന്നുള്ളത് നീ ഓർക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അതാണ് നബി തങ്ങളുടെ റഹ്മത്ത്. നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇബ്ഗൂനി ഫീ ളുഅഫായിക്കും,
എന്നെ നിങ്ങൾ തേടേണ്ടത് നിങ്ങളിൽ ദുർബലന്മാരായ ആളുകളുടെ ഇടയിലാണ്. അവിടെയാണ് ഞാൻ ഉണ്ടാവുക, അവിടെയാണ് എൻ്റെ റഹ്മത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ ദുർബലന്മാരായ ആളുകളെ നിങ്ങൾ ആക്രമിക്കുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണം. പാവപ്പെട്ട ഒരു പെണ്ണ്, അല്ലെങ്കിൽ ഒരു അടിമ സ്ത്രീ, അല്ലെങ്കിൽ ഒരു അടിമ, അല്ലെങ്കിൽ ഒരു പണിക്കാരൻ, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ കീഴിലുള്ള ഏതെങ്കിലും ഒരാൾ, അവനിക്ക് എന്നെ ഇങ്ങോട്ട് ചീത്ത പറയാൻ ധൈര്യമില്ല, എന്നെ ഇങ്ങോട്ട് അടിക്കാൻ ധൈര്യമില്ല, എന്നെ ഇങ്ങോട്ട് തിരിച്ചാക്രമിക്കാൻ ധൈര്യമില്ല എന്ന് വിചാരിച്ച് അങ്ങോട്ട് ആക്രമിക്കുന്ന ആളുകളെ, സുബ്ഹാനല്ലാഹ്, എത്ര ആളുകളാണ്. ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നാൽ ഇത് നാം ആണിൻ്റെ കടയാണ്, മറ്റത് പെണ്ണിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് ആ പെണ്ണിനെ എന്തെല്ലാം ബുദ്ധിമുട്ടിക്കുന്ന അമ്മായിമാർ, കാക്കന്മാർ, അതുപോലെ ഭർത്താവിൻ്റെ കുടുംബക്കാർ, ഭർത്താവിൻ്റെ പെങ്ങന്മാർ. നിങ്ങൾ നോക്കണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് എപ്പോഴും ശ്രദ്ധിക്കണം. ഏതോ ഒരു വീട്ടിൽ നിന്ന് ഏതോ ഒരു മാതാപിതാക്കളുടെ മകളായി വന്ന ഈ ഒരു പെണ്ണിനെ നിങ്ങൾ ആക്രമിക്കുമ്പോൾ അള്ളാഹു നിങ്ങളെ ആക്രമിക്കാൻ എത്രയോ ശക്തിയുള്ളവനാണ് എന്നുള്ളത് ഓർക്കണമെന്നാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ പണിക്കാരെ വെച്ച് അവരെയും പലപ്പോഴും ആക്രമിക്കുന്ന മുതലാളിമാർ, അതുപോലെ പിന്നെ നമ്മുടെ അണ്ടറിൽ ജീവിക്കുന്ന, നമ്മുടെ കീഴിൽ പണിക്കാരായി ജീവിക്കുന്ന വലിയ വലിയ ഓഫീസർമാർ, വലിയ വലിയ മാനേജർമാർ, അവരെ ബഹുമാനിച്ചില്ലെങ്കിൽ, അവരെ ആദരിച്ചില്ലെങ്കിൽ തൻ്റെ കീഴിലുള്ള ആളുകളുടെ പണിയില്ലാതാക്കുക, കള്ളക്കേസ് കൊടുക്കുക, അവരെ ആക്രമിക്കുക, അവരെ ശമ്പളം പിടിച്ചു വെക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഓർക്കണം, അല്ലാഹു അഖ്ദറു മിൻക, നിന്നേക്കാളും ഏറ്റവും ശക്തിയുള്ളവനാണ് അള്ളാഹു. നിന്റെ റിസ്കിനെ തടയാൻ, നിന്റെ റിസ്കിനെ പിടിച്ചു വെക്കാൻ, നിന്നെ ആക്രമിക്കാൻ, നിന്നെ ശിക്ഷിക്കാൻ അള്ളാഹ്ക്ക് സാധിക്കുമെന്നുള്ളത് എപ്പോഴും ഓർക്കൽ നല്ലതാണ് എന്നുള്ളത് എല്ലാവരോടും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു മുഖേന ലോകത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു പറയുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്തറിയോ? ഫൈന്നക്കും തുർസഖൂന ബിദ്ദുഅഫായിക്കും, നിങ്ങൾക്ക് റിസ്ക് കിട്ടുന്നത് തന്നെ നിങ്ങളിൽ പാവപ്പെട്ട ദുർബലന്മാരായ ആളുകളുടെ കാരണം കൊണ്ടാണ്, അവരുടെ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് റിസ്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അവരെ ആക്രമിക്കരുത്. പാവപ്പെട്ടവന് അല്ലെങ്കിൽ ദുർബലനായ മനുഷ്യൻ കേൾക്കാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ആക്രമിക്കാനും ചീത്ത പറയാനും മാനസികമായി ശാരീരികമായി ഹിംസിക്കാനും നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നീ അത് ചെയ്തോ. പക്ഷേ ഒന്ന് ഓർമ്മയിരിക്കട്ടെ, അല്ലാഹു അഖ്ദറു മിൻക, നിന്നേക്കാളും അള്ളാഹു കഴിവുള്ളവനാണ്. നിന്നെ ഹിംസിക്കാനും നിന്നെ ശിക്ഷിക്കാനും നിന്റെ റിസ്ക് തടഞ്ഞു വെക്കാനും അള്ളാഹ്ക്ക് സാധിക്കുമെന്നുള്ളത് എപ്പോഴും ഓർക്കേണ്ടത് നല്ലതാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുല്ലിൽ ആലമീൻ, ലോകത്തുള്ള എല്ലാവർക്കും റഹ്മത്ത് ചെയ്യുന്നത് പോലെ ദുർബലന്മാരായ ആളുകളോട് റഹ്മത്ത് കാണിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. റുബ്ബ അശ്അഥ മദ്ഫൂഉൻ ബിൽ അബ്വാബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എത്ര പാവപ്പെട്ട മനുഷ്യന്മാർ, അവരെ കാണുമ്പോൾ മുടിയൊക്കെ ചിതറി ധൂള് പറണ്ട് വാതിലിൻ്റെ അടുത്തേക്ക് വന്നാൽ ആട്ടപ്പെടുന്ന എത്ര ആളുകളാണ്. ലൗ അഖ്സമ അലല്ലാഹി ല അബറഹു, എവിടെയെങ്കിലും അവർ മനസ്സുറപ്പിച്ച് അള്ളാഹിനോട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഉടനെ അള്ളാഹു അത് നിറവേറ്റി കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് നമുക്കല്ലാഹു നിഅമത്ത് ചെയ്തു എന്ന് വിചാരിച്ച്, നമുക്കല്ലാഹു ആരോഗ്യം തന്നു എന്ന് വിചാരിച്ച് ആരോഗ്യം കുറഞ്ഞ ആളുകൾ, നിഅമത്തില്ലാത്ത ആളുകളെ അവരെ നിസ്സാരപ്പെടുത്തുകയും അവരെ ആക്രമിക്കുകയും അവരെ ചെറുതാക്കി കാണുകയും അവരെ മാനസികം ശാരീരികമായി ഹിംസിക്കുകയും ചെയ്യുന്ന ആളുകൾ എപ്പോഴും അള്ളാഹിനെ ഓർക്കണമെന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ ലോകത്തിൻ്റെ നേതാവ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ആ ഹബീബിൻ്റെ ഷഫാഅത്ത് ഈ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നൽകുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.